ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ജീവിതയാത്ര വളരെ രസകരമാണ്. ഈ രസത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വന്ന് നമുക്ക് തടസ്സമുണ്ടാക്കാറുണ്ട്. പക്ഷേ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലല്ലോ. പ്രശ്നവും ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചതിൻ്റെ ഓർമ്മകൾ, ഉപദ്രവിക്കുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു ശ്വാസം മുട്ടിക്കുന്ന അല്ലെങ്കിൽ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ ഒഴുക്കിനൊരു തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെയല്ലേ നമ്മൾ പ്രശ്നങ്ങളെന്ന് പറയാറ്. പക്ഷേ ഉണ്ടായ പ്രശ്നങ്ങൾ എപ്പോഴും അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം ശരിയാണ്, ഉണ്ടായ കാര്യങ്ങൾ പലപ്പോഴും ആർക്കും മറക്കാൻ സാധിക്കാറില്ല. മറക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായി അതിനോടനുബന്ധമായി മറ്റൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രതികരണം ഭയങ്കര ഷാർപ്പായിരിക്കും, അല്ലെങ്കിൽ അത് തകർക്കുന്ന രീതിയിലുള്ളതായിരിക്കും. ഈ തകർക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രതികരണം നമുക്കുണ്ടാകാൻ കാരണം അതിനു മുന്നുണ്ടായിരുന്ന പല കാര്യങ്ങളെയും നമ്മൾ അതേപോലെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മൾ പഠിക്കണം. പാഠങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് പൊറുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ പഴയ കാര്യങ്ങളെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ട് നമുക്ക് വരില്ല. പ്രശ്നങ്ങൾ എന്നും വന്നുകൊണ്ടിരിക്കും. പക്ഷേ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളൊരു പുതുമയോടുകൂടി വേണം നേരിടാൻ. ഇന്നലെ നടന്ന കാര്യങ്ങളുടെ അനുബന്ധമായി കൊണ്ട് ഇന്നത്തെ കാര്യത്തെ ചിന്തിക്കാതെ, ഇന്ന് നടക്കുന്ന കാര്യം ഒരു പുതുമയോടുകൂടി, ഇന്ന് ആദ്യമായിട്ട് ആ കാര്യം നടക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ മുന്നേ ഉണ്ടായിട്ടേ ഇല്ല എന്ന രീതിയിലാണ് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രതികരണം ശാന്തമായിരിക്കും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് സ്വസ്ഥമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും. മനസ്സിൽ ഒരു ശാന്തി അനുഭവമാകും, ശക്തി അനുഭവമാകും. പാഠങ്ങൾ പഠിക്കണം, കാര്യങ്ങളെ മനസ്സിലാക്കണം, പക്ഷേ കാര്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ച് നടക്കരുത്. അതിനെ മറക്കാൻ പഠിക്കണം. അങ്ങനെ മറക്കാൻ പഠിക്കുമ്പോൾ, സപ്പോസ് നമ്മൾ ഒന്നിച്ചൊരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ അങ്ങനെയൊക്കെ മറന്നു, പക്ഷെ നമ്മുടെ ആ ഒരു കാര്യത്തിന് പങ്കാളിയായിരിക്കുന്ന മറ്റേ ആൾ ആരാണോ അവരത് മറക്കുന്നില്ല എന്ന് വെച്ചാലോ, നിങ്ങളതും കാര്യമാക്കേണ്ടതില്ല. കാരണം ഒരു കാര്യത്തെ നിങ്ങൾ എപ്പോഴാണോ ഫേസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ പുതുമയോടുകൂടി ഫേസ് ചെയ്യുമ്പോൾ, പഴയ കാര്യങ്ങളെ അതുമായി കൂട്ടി ബന്ധിപ്പിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഴയ കണക്കുകൾ അവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു കണക്ക് ആരംഭിക്കുകയാണ്. പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ ശ്രേഷ്ഠമായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും തിന്മയുടെ ഭാവം വരില്ല. വീണ്ടും വീണ്ടും കർമ്മകണക്കുകളെ നമ്മൾ മുറുക്കില്ല, മറിച്ച് അതൊരു പുതിയൊരു കണക്കിലേക്ക് ആരംഭിക്കാവും. അപ്പോൾ ക്ഷമിക്കുക, മറക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ശാന്തിയും ശക്തിയും നൽകുന്നതാകും. മനസ്സ് ശാന്തമാകും. എപ്പോഴാണോ മനസ്സ് ശാന്തമാകുന്നത്, പ്രോബ്ലങ്ങളൊന്നും പ്രോബ്ലമായി നമുക്ക് തോന്നില്ല, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനോട് കൂടി തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ പഴയ ഓർമ്മകളിൽ രമിച്ചുകൊണ്ട്, പഴയ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യത്തെ കാണുമ്പോൾ, പുതിയ സംഭവത്തെ കാണുമ്പോൾ പലപ്പോഴും പഴയ കാര്യങ്ങളുടെ ഓർമ്മകൾ അത് പൊട്ടിത്തെറികളായിട്ട് മാറും, തകർച്ചകൾക്ക് ആധാരമായി മാറും. അതുകൊണ്ട് പഴയ കാര്യങ്ങളെ, എന്തൊരു കാര്യമാണെങ്കിലും ഇന്നത്തെ കാര്യം ഇന്ന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കണം. ഇന്ന് നമ്മളത് ഫിനിഷ് ചെയ്യാൻ പഠിക്കണം. ഇന്ന് ഫിനിഷ് ചെയ്തിട്ടേ ഉറങ്ങാവൂ. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നമ്മുടെ ചിത്തം ശാന്തമാകും. അപ്പോൾ ഏതൊരു കാര്യവും എപ്പോഴും നമുക്ക് പുതുമയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പ്രശ്നമില്ലാതാകണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സംസ്കാര സ്വഭാവങ്ങൾ മാറണ്ടേ. അത് മാറുന്ന സമയം വരെ എല്ലാവർക്കും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ പ്രശ്നങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ, ജീവിതം സോഫ്റ്റായി മുന്നോട്ട് പോകാൻ എപ്പോഴും ഇന്നലത്തെ കാര്യങ്ങളെ കൂട്ടി ബന്ധിപ്പിക്കാതിരിക്കുക. കാര്യങ്ങളെ അപ്പം മറക്കുക, പഠിക്കുക. അതിൽ നിന്ന് വേണ്ട സമാധാനങ്ങൾ എന്താണോ അത് പറയേണ്ടത് പരസ്പരം പറയുക, കൈമാറുക. അതിനുശേഷം അതിനെ മറക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മുടെ ചിത്തം ശാന്തമാകുന്ന സമയം എന്നും ഏത് പ്രശ്നവും പുതുമയോടെ കൈകാര്യം ചെയ്യാനും മനസ്സെപ്പോഴും ശാന്തമായി മുന്നോട്ട് പോകാനും സാധിക്കും. ഓം ശാന്തി.